ഇന്ന് ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനം. 1884 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസസത്യമായിട്ട് സാർവത്രിക സഭയിൽ പ്രഖ്യാപിച്ചു. ഈ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന ദിവസം ആഗ്രഹിക്കുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ അഭിമുഖീകരിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വ്യക്തിപ്രഭാവമാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മ നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പാഠമാണ്. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 38 വാക്യത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ വിട്ടുകൊടുക്കുന്നതോടുകൂടി പരിശുദ്ധ അമ്മ ദൈവപുത്രൻ്റെ അമ്മയാകുവാനായിട്ട് മാറി. നമ്മൾ ഓരോരുത്തരുടെയും അമ്മയായിട്ട് മാറി സ്വർഗീയ മധ്യസ്ഥയായിട്ട് മാറുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. രണ്ടാമത്തെ പാഠമാണ് ശുശ്രൂഷയുടെ പാഠം. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, യൂദയായിലെ മലമ്പ്രദേശത്തിലൂടെ പരിശുദ്ധ അമ്മ തിടുക്കത്ത് യാത്രയായി. തൻ്റെ ഇളമയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഇളയമയെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്രയായി. ആ ശുശ്രൂഷയുടെ പാഠം പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന കുടുംബത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് ഇന്ന ദിവസം അമലോത്ഭവ മാതാവ് നാം പഠിപ്പിക്കുകയാണ് ശുശ്രൂഷയുടെ പാഠം. മൂന്നാമത്തെ പാഠമാണ് സ്തോത്രഗീതത്തിൻ്റെ പാഠം, മഹത്വപ്പെടുത്തലിൻ്റെ പാഠം, നന്ദിയുടെ പാഠം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ആ ദൈവത്തിന് നന്ദി പറയുന്ന പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 46 വാക്യത്തിലൂടെ പറയുന്നുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, കൃപകളെ ഓർത്ത് പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ ദൈവത്തിന് നന്ദി പറയുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നതിൻ്റെ പാഠമാണ് പരിശുദ്ധ അമ്മ നമ്മൾ വിളിക്കുന്ന മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠമാണ് മധ്യസ്ഥതയുടെ പാഠം. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച്. ആ കാനായിലെ കല്യാണ വിരുന്നിൽ ആ വിരുന്നിനെ വിഭവസമൃദ്ധമാക്കിയിരുന്ന വീഞ്ഞ് തീർന്നു പോയപ്പോൾ അത് കണ്ടറിഞ്ഞ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തെ അപമാനത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് വളർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മൾ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം നമുക്ക് പഠിപ്പിക്കാം, സംശീകരിക്കാം, മധ്യസ്ഥതയുടെ പാഠം. മറ്റേ പാഠമാണ് പരിശുദ്ധ അമ്മ എന്ന് പഠിപ്പിക്കുന്നത് സഹരക്ഷകയുടെ പാഠം. മാനവകുലത്തിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഭാരമുള്ള കുരിശും വഹിച്ച് കാൽവരിമല ശാരീരികമായ വേദനയോടുകൂടി കാൽവരിമല കയറുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടി പരിശുദ്ധ അമ്മയും മാനസികമായി ആ മകനോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുത്ത് ആ രക്ഷക പദ്ധതിയിൽ പങ്കുചേരുകയാണ്. ആ കാൽവരിമലയുടെ നിറയിലെത്തിക്കഴിയുമ്പോൾ കുരിശിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന ആ മകൻ്റെ മുഖത്ത് നോക്കി അമ്മ സഹനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ സഹനങ്ങളെയും വേദനകളെയും പരിശുദ്ധ അമ്മ അന്നേ ദിവസം ആ പുത്രൻ്റെ തൃപ്പാദത്തിന് കാഴ്ചവെച്ചു. അങ്ങനെ സഹരക്ഷകയുടെ അമ്മയായിട്ട് മാറുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ചുട്ടുപൊള്ളുന്ന പാറപ്പുറത്ത് ചുട്ടെടുത്ത
ആ തിരുശരീരം തിരു രക്തവും ഏറ്റവും ആദ്യം കൈകളിൽ ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. അങ്ങനെ ആ രക്ഷാകര പദ്ധതിയിൽ അമ്മയും പങ്കുചേർന്നു. സഹരക്ഷകയായിട്ട് മാറുവാനായിട്ട് അമ്മയ്ക്കും സാധിച്ചു. 5-ാമത്തെ പാഠം പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് സഹരക്ഷകയുടെ പാഠം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ, രോഗങ്ങളെ, കുരിശുകളെ, തിക്താനുഭവങ്ങളെ എല്ലാം സന്തോഷത്തോട് സഹിച്ചുകൊണ്ട് ഈശോയുടെ ആ തിരുക്കുരിശിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്കും പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഈ 5-ാമത്തെ പാഠവും നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ നമുക്കും മറ്റുള്ളവർക്ക് രക്ഷകനെ കാണിച്ചു കൊടുക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹം മാധ്യസ്ഥവും അമലോത്ഭ കന്യക മാതാവിന് തരട്ടെ പറ്റി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പഠിപ്പിച്ച 5 പാഠങ്ങൾ: പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പാഠം, ശുശ്രൂഷയുടെ പാഠം, നന്ദിയുടെ പാഠം, മധ്യസ്ഥതയുടെ പാഠം, 5-ാമതായിട്ട് സഹരക്ഷകയുടെ പാഠം നമുക്ക് പഠിക്കാം. അങ്ങനെ രക്ഷകനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് അമലോത്ഭവ മാതാവ് നമ്മളെ സഹായിക്കട്ടെ. മധ്യസ്ഥാപേക്ഷപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥന എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും സ്തുതിയായിരിക്കും.